തുടങ്ങാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നമ്മൾ ഈശാവാസ്യം പ്രഥമ മന്ത്രം പല ദിശകളിൽ അതിൻ്റെ അർത്ഥം കണ്ടുവരികയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അനേകം വിധത്തിൽ കണ്ടു. അതിൽ അവസാനം വാൽമീകിയുടെ കഥയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതിൽ ധനം പലരിൽ നിന്ന് പിടിച്ച് പറിച്ചു കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കുമായി കൊടുക്കുമ്പോൾ ഒരു സുഖമായി ജീവിക്കുന്നു. അവിടെ നിന്ന് സപ്തർഷികളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, നിൽക്ക്, നീ ചെയ്യുന്നത് പാപമല്ലേ? ഇതുപോലെ ഭാര്യയ്ക്കും മക്കൾക്കുമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു വിട്ടത്, നീ പോയി ചോദിക്കുക, ഈ പാപം അവർ കൂടി അനുഭവിക്കുമോ എന്ന്. കാട്ടാളൻ അവിടെ ചെന്നു, ഭാര്യയോടും കുട്ടികളോടും ചോദിച്ചു. അവർ പറഞ്ഞത്, ഞങ്ങൾ നിന്നോട് പാപം ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. ഞങ്ങൾക്ക് ധനം വേണം, നീ എങ്ങനെ കൊണ്ടുവന്നു എന്നത് ഞങ്ങൾക്കറിയേണ്ടതില്ല. ഇത് ഇന്നെഴുതിയ കഥയല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥയാണ്. അറിയാതെ എന്നത് ശരിയായി വ്യാഖ്യാനിക്കേണ്ടത് പ്രിയം ഹേതുവായി എന്നാണ്. അറിയാതെ എന്നതിനർത്ഥം സ്വ ആത്മാവിനെ അറിയാതെ ചെയ്തു. ആത്മാവിനെ അറിയാതാകുന്നത് അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം രണ്ട് വിധമാണ്, ആവരണവും വിക്ഷേപവും. സ്വന്തം ആത്മാവിനെ മറയ്ക്കുകയും വിഷയങ്ങളിൽ ആത്മാവ് പ്രകാശിക്കുകയും സാൽമ്യം പ്രാപിക്കുകയും ചെയ്യും. ഭാര്യയിൽ മക്കളിലൊക്കെ ആത്മാവ് പ്രകാശിക്കുകയും അവരാണ് താനെന്ന് ഭ്രമിക്കുകയും അങ്ങനെയാണ് എല്ലാവരും അധർമ്മം ചെയ്യുന്നത്. സപ്തർഷികളെ കാണാൻ ഇടയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മന്ത്രിമാരും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ഈ പിടിച്ചു പറിക്കുന്നത്. അധികാരത്തിലിരുന്നു കൊണ്ടായതുകൊണ്ട് കത്തി കൂടെ വേണ്ട എന്ന് മാത്രം. അതിന് കാരണവും പ്രിയമാണ്. അനുദ്യോഗസ്ഥന്മാരൊക്കെ പിടിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത്. ഏതളവിലും അത് അജ്ഞാനം കൊണ്ട് തന്നെയാണ്. ദാരിദ്ര്യത്തിലാണെങ്കിലും ധർമ്മം വെടിയാത്ത അച്ഛനും അമ്മയ്ക്കുമൊക്കെ മക്കൾ വെള്ളം കൊടുക്കാറുണ്ട്. പ്രിയം ഹേതുവായി ധർമ്മം വെടിഞ്ഞ് സമ്പാദിച്ചു കൊടുത്തിട്ടുള്ള ഒരച്ഛനും അമ്മയും മക്കളുടെ കൈ കൊണ്ട് വെള്ളം കുടിച്ച് മരിച്ചതായി ചരിത്രമില്ല. ചുറ്റുപാട് നിങ്ങൾക്കും കണ്ണോടിക്കാം. ആ ചോദ്യം വന്നതുകൊണ്ടൊരു വാൽകഷ്ണം പറഞ്ഞതാണ്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല ഈശാവാസ്യത്തിൽ. അതെ, അതുകൊണ്ട് ആ ചോദ്യം കൊണ്ടാണ് ഞാൻ ആ വഴിക്കൊന്ന് തിരിഞ്ഞത്. അല്ലെങ്കിൽ അത് ഈശാവാസ്യത്തോട് ബന്ധപ്പെടുത്തിയുള്ള കാര്യമല്ല.
കേരളത്തിൽ നിങ്ങളുടെ പരിചയത്തിലും നിങ്ങളുടെ അയൽപക്കത്തുമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ നോക്കിയിട്ടുള്ള പാവപ്പെട്ടവരായ അച്ഛനമ്മമാരെ എല്ലാം മക്കൾ സ്നേഹത്തോടെ നോക്കുന്നത് നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാം. ബുദ്ധി ഉപയോഗിച്ചും മനസ്സുപയോഗിച്ചും ധർമ്മബോധം വെടിഞ്ഞ് മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തിട്ടുള്ളവനെല്ലാം വാർദ്ധക്യകാലത്ത് വെളിയിലാണ്. എക്സെപ്ഷനായെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ദുഃഖം കൂടും. താൻ അധ്വാനിച്ചത് കൊണ്ട് കൊടുത്തു, അത് ഉപയോഗിച്ചു. വാർദ്ധക്യകാലത്ത് നോക്കിയില്ലെങ്കിൽ പരാതിയൊന്നുമില്ല. കാരണം അത് തൻ്റെ ധർമ്മമാണ്. മനസ്സിലായോ എന്നറിയില്ല. മറ്റുള്ളവനിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ക്ലേശിച്ചു, ധർമ്മം വെടിഞ്ഞും സംരക്ഷിക്കാൻ ശ്രമിച്ചു, ധർമ്മം വെടിഞ്ഞും സമ്പാദിച്ചു, ധർമ്മം വെടിഞ്ഞും ഭാര്യയ്ക്കും പിള്ളേർക്കും കൊണ്ട് കൊടുത്തു. അവസാനം അതിനിന്ദ്യമായ രീതിയിൽ തള്ളപ്പെടുമ്പോൾ ദുഃഖം കൂടുമെന്നാണ് തോന്നുന്നത്. ശരിയാണോ? അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ട് അങ്ങനെ തള്ളുന്നതുകൊണ്ട്. ആധ്യാത്മിക ലോകത്ത് വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും എണ്ണം കൂടുന്നുണ്ട്. ചെറുപ്പത്തിലില്ലാത്ത ത്വരയോടെ. നിങ്ങളെന്നെ തല്ലുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതും ഒരു വാൽമീകി പരിമാണത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തിരിച്ചറിവ് അപ്പോൾ വരുന്നുണ്ട്. വാൽമീകിക്ക് ആ തിരിച്ചറിവാണ് വന്നത്. അവിടെ പെട്ടെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ പെട്ടെന്ന് പുണ്യാത്മാവായി. അതുകൊണ്ടാണ് ഞാൻ ആ സപ്താഹത്തിൻ്റെ കഥയും പറഞ്ഞത്. പെട്ടെന്നാണ് തിരിച്ചറിവുണ്ടായത്. ഇതുകൊണ്ട് ജീവിതം ശരിയാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാമവും പെട്ടെന്ന് സമാപ്തമായി. ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഒരു കാമം ഉണ്ടാകുന്നുവോ ആ കാമം അവിടെ വെച്ച് നിഷേധിക്കപ്പെടുമ്പോൾ അത് പെട്ടെന്ന് സമാപ്തമാവും. പന്തുകളിലൊക്കെ സഡൻ ഡെത്ത് എന്നൊക്കെ പറയില്ലേ? ഇല്ലേ? ഫുട്ബോളിലാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ളൊരു അന്നേരം തന്നെ. കാരണം ആ കേൾവി കഴിഞ്ഞുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ കാമവും സമാപ്തമായി. സകലതും മാറി. അപ്പോൾ അവിദ്യ നഷ്ടമാവുകയും കാമം സമാപ്തമാവുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. അവിടെ വെച്ച് സത്കാര്യാദികൾ തുടങ്ങും. അപ്പോൾ അവിദ്യ കാമ കർമ്മരൂപി മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്നതിന് ശ്രുതി, വേദം സാക്ഷാൽ സാധനം സൂചിപ്പിക്കുന്നതാണ്. തേന തെക്തേന പുഞ്ചീത. ത്യാഗം കൊണ്ട് രക്ഷിക്കുക ആത്മാവിനെ. ത്യാഗം കൊണ്ട് ആത്മാവിനെ പാലിക്കുക. അവിദ്യയെ പൂർണ്ണമായി ത്യജിക്കുമ്പോൾ ആത്മാവ് മാത്രമാവും. അതാണ് ത്യാഗം കൊണ്ട് ത്യജിക്കുക എന്നുള്ളതിനർത്ഥം. ത്യാഗമെന്നതിനർത്ഥം കയ്യിലുള്ള വസ്തുക്കൾ ത്യജിക്കുക എന്നല്ല. കാരണം അത് ആരുടെയും അല്ല. നമ്മളിതൊക്കെ പരിമിത അർത്ഥത്തിലാണ് എടുക്കുന്നത്. കയ്യിൽ നമ്മളുടേതാണെന്ന് ജീവസൃഷ്ടിയിൽ പറഞ്ഞു വച്ചിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ
ത്യജിക്കാൻ ഒരുങ്ങുന്നത്. മണ്ണ് ഈശ്വര സൃഷ്ടമാണ്. അതിൽ കുടം കുലാല സൃഷ്ടിയാണ്, ജീവസൃഷ്ടിയാണ്. അപ്പം പണം കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചാൽ അത് ജീവസൃഷ്ടി നിങ്ങളുടേതായി. സ്വർണം ഈശ്വര സൃഷ്ടിയാണ്, കുണ്ടലാദികൾ ജീവസൃഷ്ടിയാണ്. ജീവജാലങ്ങൾ ഈശ്വര സൃഷ്ടിയാണ്. അതിൽ മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ ഇതെല്ലാം ജീവസൃഷ്ടിയാണ്. ജീവസൃഷ്ടിയെ ത്യജിക്കുമ്പോൾ അജ്ഞാനം ത്യജിക്കപ്പെടുന്നു. അജ്ഞാനത്തിൻ്റെ ത്യാഗമാണ് ആത്മരക്ഷയ്ക്കുള്ള ത്യാഗം. അല്ലാതെ 10 രൂപ എടുത്തു കൊടുക്കുന്നതല്ല. ആളുകളെ വിളിച്ച് 10 രൂപ കൊടുത്തു, അതൊക്കെ നല്ലതാണ്, അന്ധകരണം വിശുദ്ധമാകാൻ. അതും കൂടി ഇനി ചെയ്യാതിരിക്കണ്ട, അതിന് പറഞ്ഞതല്ല. ആത്മരക്ഷണത്തിന് അത് പോരാ. ആത്മരക്ഷയ്ക്കുള്ള ഏറ്റവും ഉദാത്തമായ പദ്ധതി ജ്ഞാനമാണ്. ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് ആത്മരക്ഷയുണ്ടാകുന്നത്. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു എന്ന് ശ്രുതി വേറെയും പറയും. ത്യാഗം കൊണ്ടല്ലാതെ അമൃതത്വത്തിനുള്ള ആശ പോലും ഉണ്ടാവില്ല. വിത്തം കൊണ്ട് തൃപ്തി ഉണ്ടാവില്ല. വളരെ ശക്തമായ ശ്രുതി പലയിടത്തും ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രവും ഈശാവാസ്യ മന്ത്രവും ഇത് തന്നെ പറയുന്നു. കർമ്മം കൊണ്ട്, പ്രജയെക്കൊണ്ട്, ധനം കൊണ്ട് അമൃതത്വം, അതായത് മൃത്യുനിരാസം ഉണ്ടാവില്ല. മൃത്യു ഉണ്ടാവില്ല. ത്യാഗം കൊണ്ട് തന്നെയാണ് മൃത്യുവിന് നിരാസം വരുന്നത്. എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊക്കെ ചെയ്ത ഋഷിമാർ മരിച്ചില്ലേ? ത്യജിക്കാൻ തന്നെയാണ് അത്. അജ്ഞാനത്തെ ത്യജിക്കുക. നിത്യ അനിത്യ വസ്തുക്കളെ തിരിച്ചറിഞ്ഞിട്ട് അനിത്യവും അസുഖവുമായ പ്രാപഞ്ചികങ്ങളായിരിക്കുന്നവയെ മുഴുവൻ ത്യജിക്കുമ്പോൾ ആത്മാവിനെ രക്ഷിക്കുകയാണ്. എപ്പോഴെല്ലാമാണോ ആത്മാവ് അധ്യാസം ഹേതുവായി, അജ്ഞാനം ഹേതുവായി, തമസ്സുകൊണ്ട് മറയ്ക്കപ്പെടുകയും രജസ്സുകൊണ്ട് വിക്ഷേപിക്കപ്പെടുകയും വിക്ഷേപിച്ച വസ്തുവും ആത്മാവും തമ്മിൽ സത്വം കൊണ്ട് സംയോജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, അപ്പോഴെല്ലാം മൃത്യു തന്നെയാണ് സംഭവിക്കുന്നത്. അതിൽ നിന്ന് മോചനത്തിനുള്ള വഴി, ആത്മരക്ഷയ്ക്കുള്ള വഴി, അജ്ഞാനാവൃതങ്ങളായിരിക്കുന്ന ജഗത് പ്രതിഭാസങ്ങളെ മുഴുവൻ ത്യജിക്കുക എന്നുള്ളതാണ്. എല്ലാം, ഇന്ദ്രിയങ്ങളും ശരീരവും. അപ്പോൾ അങ്ങനെ ജ്ഞാനം കൊണ്ട് ത്യജിക്കുന്നത് കൊണ്ടാണ് മൃത്യുവിൽ നിന്ന് മോചനം നേടുന്നതും ആത്മാവിനെ രക്ഷിക്കുന്നതും. ആത്മാവിനെ ശരീരത്തിൽ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ മരണമാണെന്ന് തോന്നലുണ്ടാകുന്നത്. ശരീരത്തിൽ ചേർത്തല്ല വയ്ക്കുന്നത് എങ്കിൽ ആ ശരീരം മരിക്കുമ്പോഴും ആത്മാവും മരിക്കാത്തതായിരിക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ, ശരീരത്തിൽ, ജഗത് പ്രതിഭാസങ്ങളിൽ ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ആത്മാവിന് രക്ഷയില്ലാത്തത്.
ആത്മരക്ഷണാർത്ഥം എന്നാണ് ശ്രുതി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിനാണ് അതുകൊണ്ട് മൃത്യു ഉണ്ടാകുന്നത്. എന്നാൽ അവിദ്യാ കാമ കർമ്മരൂപമായ മൃത്യു അവർക്കുണ്ടാകുന്നില്ല, ഋഷിമാർക്കുണ്ടാകുന്നില്ല. അവിദ്യാകാമ കർമ്മരൂപമായ മൃത്യു ആണ് ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും ആത്മാവിനെ ചേർത്ത് വയ്ക്കുന്നത്. ആദ്യം മറയുക, അവിദ്യ ഉണ്ടാവുക, രണ്ടാമത് ആഗ്രഹിക്കുക, മൂന്നാമത് കർമ്മമായി പ്രതിഭാസിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയകൾ സംഭവിക്കുന്നത്. അപ്പൊ ഈ അമൃതത്വം എവിടെയാണ്? സ്വർഗത്തിലുണ്ടോ? ഇല്ലേ, ഇല്ല. കാരണം പരേണനാഗം നിഹിതം ഗുഹായാം, നാഗത്തിനും പരമാണ്, സ്വർഗത്തിനും മേലെയാണ്. എല്ലാത്തിനും മീതെ സ്വർഗമാണെന്നാണ് വയ്പ്, അതിനും മേലുള്ള സ്ഥാനം. അത് നിഹിതം ഗുഹായാം, ബുദ്ധിഗുഹയിൽ സ്ഥിതമാണ്. അതിന് മുകളിലേക്ക് പോകാനാവില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും മറ്റും പറഞ്ഞത് ബുദ്ധൗ ശരണം അന്വിച്ച കൃപണാ ഫലഹേതവ എന്ന് പറഞ്ഞത്. ബുദ്ധിയെ ശരണം പ്രാപിക്കുക. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ച കൃപണാ ഫലഹേതവ. ഫലഹേതുവായിരിക്കുന്നവൻ കൃപണനാണ്. അർജുന, നീ ബുദ്ധിയെ തന്നെ ശരണം പ്രാപിക്കുക. ഹൃദയഗുഹയിൽ ശരണം പ്രാപിക്കുക ഒരർത്ഥം. രണ്ടാമതൊരർത്ഥമുണ്ട് അതിന്. കഠോപനിഷത്ത് ബുദ്ധിയെ സാരഥി എന്ന് പറയും. യുദ്ധക്കളത്തിൽ അർജുനന്റെ സാരഥി കൃഷ്ണനാണ്. കൃഷ്ണനെ ശരണം പ്രാപിക്കുക എന്നും അർത്ഥം പറയും. രണ്ടർത്ഥത്തിലും പറയും. അപ്പം അതുകൊണ്ട് ബുദ്ധിയെ ശരണം പ്രാപിക്കുക. ബുദ്ധി ഗുഹയിലാണ് സ്ഥിതമായിരിക്കുന്നത്. അതിന് മുകളിലേക്ക് പോകാനാവില്ല. സ്വർഗത്തിനും അപ്പുറമാണ് ബുദ്ധിഗുഹ. അത് ദീപ്യമാനമാവും. ബുദ്ധിഗുഹയിൽ പ്രകാശിക്കും, ദീപ്യമാനമാവും. ചുറ്റുപാടുകളിലേക്ക് അത് വ്യാപിക്കും. ഋഷി ഗൗതമൻ തൻ്റെ ഗുരുകുലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാബാലൻ കയറി വരുന്നത്. വന്നപാടെ ജാബാലൻ ഗുരുവിനെ വന്ദിച്ചിട്ട് പറഞ്ഞു, ഗുരുദേവ, എനിക്ക് ഗുരുകുലത്തിൽ ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. വിദ്യ സംപ്രസാദമായതുകൊണ്ടും സാമ്പ്രദായികമായതുകൊണ്ടും പരമ്പരാധീനമാണ്. എൻ്റെ ഗോത്ര സൂത്രാദികളിലൂടെയാണത് വരുന്നത്. പ്രാചീന രീതി അതാണ്. എവിടുന്നും എന്തും പഠിക്കാനൊന്നും പറ്റൂല. പഠിക്കാൻ പോയിരുന്നാൽ ഏകാഗ്രതയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതേ പരമ്പരയിൽ അതേ ഗോത്രങ്ങളിലൊക്കെ ഉള്ളതാണെങ്കിൽ കോശവും തമ്മിലൊരു ബന്ധമുണ്ടാവും. വേഗം അത് കൈമാറി വരും. അതുകൊണ്ട് സത്യകാമനോട് ജാബാലനോട് ഗുരു ചോദിച്ചു, ജാബാല, നിന്റെ ഗോത്രം ഏതാണ്? നിന്റെ അച്ഛനാരാണ്? അറിയില്ലാത്തതുകൊണ്ട് സത്യകാമൻ തിരിച്ചുപോയി അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ, പല വീടുകളിൽ ഞാൻ അടിച്ചു തളിക്കാൻ പോയിട്ടുണ്ട്. സത്യത്തിൽ നിന്റെ അച്ഛനാരാണെന്ന് എനിക്കറിയില്ല. നീ ആരുടെ പുത്രനാണെന്ന് എനിക്ക് നിശ്ചയം പോരാ. ജാബാലൻ വന്ന് ഗുരുവിനോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് അറിയില്ല എൻ്റെ അച്ഛനാരാണ്. ഞാൻ ജാബാലയുടെ പുത്രനാണ്, ജാബാലയുടെ ഗോത്രമാണെന്ന് പറയാനാണ് അമ്മ പറഞ്ഞത്. ജാബാല, നീ സത്യകാമനാണ്, നീ ബ്രാഹ്മണനാണ്.
ഏത് ആപത്ഘട്ടത്തിൽ പോലും സത്യം പറയുന്നത് ബ്രാഹ്മണൻ മാത്രമായിരിക്കും. അതുകൊണ്ട് നീ ബ്രാഹ്മണൻ. അങ്ങനെയാണ് ചെയ്തത്. ഗുരുകുലത്തിൽ ചേർന്ന ജാബാലൻ ഗുരു ഏൽപ്പിച്ചത് കുറേ പശുക്കൾ അവിടെയുണ്ട്, എല്ലാത്തിനെയും വനത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. 1000 ആവുമ്പോൾ തിരിച്ചു വരാനാകും. പശുക്കളെയും കൊണ്ടുപോയ ജാബാലൻ അവയെ തീറ്റിപ്പോറ്റി ഒരു ദിവസം ഒരു കാള പറഞ്ഞു, ഞങ്ങൾ 1000 ആയിരിക്കുന്നു, ഗുരുകുലത്തിലേക്ക് തെളിക്കൂ. തെളിക്കാൻ തുടങ്ങുമ്പോൾ കാള സത്യകാമന് ഉപദേശം കൊടുത്തു. ഹേ സത്യകാമ, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് കാണുന്ന ഈ ദിക്കുകൾ നീയാണ്, നിന്നിലാണ്. ഇനി ബാക്കി നിനക്ക് അഗ്നി പറഞ്ഞു. അങ്ങനെ അഗ്നി ഉപദേശിച്ചു. നദികളും ഭൂമിയും സ്വർഗവും എല്ലാം നിന്നിലാണ് സത്യകാമ എന്നാണ് അഗ്നി ഉപദേശിച്ചത്. ഇനി ബാക്കി നിനക്ക് ഹംസം ഉപദേശിക്കുമെന്ന് പറഞ്ഞാണ് അഗ്നി പിരിഞ്ഞത്. കുറച്ച് ചെന്നപ്പോൾ ഹംസം വന്നു, ഹംസം ഉപദേശിച്ചു. സത്യകാമ, തേജോരൂപങ്ങളായ അഗ്നിയും മിന്നലും സൂര്യനും ചന്ദ്രനും നിന്നിലാണ്. ബാക്കി നിനക്ക് കൊളക്കോഴി പറഞ്ഞു തരുമെന്ന് പറഞ്ഞാണ് ഹംസം പോയത്. കുറെ കൂടി നടന്നപ്പോൾ കൊളക്കോഴി എത്തി, ഉപദേശം കൊടുത്തു. സത്യകാമ, നിന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം നിന്നിലാണ്. സത്യകാമനെല്ലാം തെളിഞ്ഞു, ബുദ്ധി പ്രകാശിച്ചു. ആശ്രമ കവാടത്തിൽ എത്തുന്നതിന് മുമ്പ് ഗുരു മനസ്സിലാക്കി, ഒരു മഹാജ്ഞാനി ആശ്രമത്തിലേക്ക് വരുന്നു. ബുദ്ധിയിൽ പ്രകാശമുണ്ടായപ്പോൾ ചുറ്റുപാടുകളിൽ ആ പ്രകാശമുണ്ടായി. അദ്ദേഹം ബാക്കി ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, സത്യകാമൻ വരുന്നു. കയറി വന്നപാടെ ഗുരു ചോദിച്ചു, ഹേ സത്യകാമ, നീ ബ്രഹ്മവർച്ചസ്സായിരിക്കുന്നുവല്ലോ, നിനക്കാരെങ്കിലും ബ്രഹ്മവിദ്യ ഉപദേശിച്ചുവോ? ഓ ഗുരുദേവ, തനിക്ക് കാളയും ഹംസവും എല്ലാം ഉപദേശിച്ചതിനെ സത്യകാമൻ പറഞ്ഞു. എന്നിട്ട് ഗുരു വീണ്ടും ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുപോലെ എപ്പോഴാണോ നിങ്ങളുടെ ബുദ്ധി ഗുഹയിൽ ആത്മതത്വം പ്രകാശിക്കുന്നത്, അതിൻ്റെ പ്രകാശം ചുറ്റുപാടും പരക്കും. നിങ്ങൾ ഇരിക്കുന്നിടത്തെല്ലാം പ്രശാന്തി ഉണ്ടാവും. ജ്ഞാനമാണോ ഉണ്ടായതെന്നറിയുന്നത് ചുറ്റുപാടും പ്രശാന്തി പരക്കുന്നുവോ അശാന്തി ഉണ്ടാകുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ്. ആരുടെ സാന്നിധ്യത്തിൽ, ആരുടെ സവിധത്തിൽ, ആരുടെ വചസ്സുകളിൽ ദിവ്യമായ ശാന്തി പ്രസരിക്കുന്നു, അത് ആത്മജ്ഞാനത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അത് ത്യാഗം കൊണ്ടല്ലാതെ ഉണ്ടാവില്ല. ബുദ്ധിഗുഹയിൽ ദിവ്യമാനമായ പ്രകാശമുണ്ടാകുമ്പോൾ അത് ദീപ്യമാനമാകുന്നു. അതിനെ നേടുന്നവൻ ത്യാഗിയാണ്. അവനെ യതി എന്ന് വിളിക്കുന്നു. യതമായ മനസ്സോടുകൂടിയവൻ. മന്ത്രത്തിൽ ത്യാഗത്തിൻ്റെ മഹിമ പറഞ്ഞു. എന്നാൽ ആ ത്യാഗം എപ്രകാരമാണെന്ന് സ്പഷ്ടമായില്ല. ഈശാവാസ്യ ശ്രുതി അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു. തേന തെക്തേന, ഇതിൻ്റെ ത്യാഗം കൊണ്ട്, നേരത്തെ ഏതിൻ്റെ ത്യാഗമാണ് പറഞ്ഞു വെച്ചത്, ആ ത്യാഗം കൊണ്ട്.
അവിടെ ത്യാഗം എന്നതിന് പ്രത്യേകം നമുക്കൊന്ന് അന്വേഷിക്കാം. ഈശാവാസ്യം എന്നതിനർത്ഥം ഈശ്വരനാൽ ജഗത്തിനെ ആച്ഛാദനം ചെയ്യണം എന്നാണെന്ന് നേരത്തെ നാം കണ്ടു. എങ്ങനെ ആച്ഛാദനം ചെയ്യും? എങ്ങനെയാണ് ഈശ്വരനെ കൊണ്ട് ജഗത്തിനെ മൂടുന്നത്? സവിധ സമാധി അഥവാ സഹജ സമാധി കൊണ്ട് ഈശ്വരനെ ആച്ഛാദനം ചെയ്യണം. അതിൽ സവിധ സമാധിയിൽ കാര്യമൊന്നുമില്ല. ഈ സമാധിയിൽ, സവിധ സമാധിയിൽ, വൈധ സമാധി, വിധിപൂർവകമായ സമാധി, വിധിയോടുകൂടിയ സമാധി, ആ സവിധ സമാധിയിൽ ഈശ്വര ദർശനം ഉണ്ടാകും. ഇതാണ് ഋഷിമാർ നേരത്തെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഈശ്വര ദർശനം ലഭിക്കുമ്പോൾ വിശ്വദർശനം സമാപ്തമാകും. വിശ്വദർശനത്തിൻ്റെ സമാപ്തിയാണ് അവിടെ ത്യാഗം. വിശ്വദർശനം പൂർണ്ണമായി നിലയ്ക്കുന്നു. ഈ അദർശന അനുകൂല വ്യാപാരം ആച്ഛാദിതമായി ഈശ്വരനാൽ ജഗത്ത് കാണാതിരിക്കുമ്പോൾ ഈശ്വര ദർശനം സാധ്യമാകുന്നു. എന്നാൽ ഈ ആച്ഛാദനം പൂർണ്ണ വിശ്വാസയോഗ്യമല്ല എന്ന് നേരത്തെ നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സവിധ സമാധി പോരാ. അതിൽ നിന്ന് സഹജ സമാധിയിൽ എത്തണം. വൈധ സമാധിയിൽ നിന്ന് സഹജ സമാധിയിലെത്തണം. അതാണ് വിശേഷിച്ച് ചിന്തിക്കേണ്ടത്. ജഗത്തിനെ ഈശ്വരനാൽ ആച്ഛാദിതമാക്കുക അഥവാ ഈശ്വര ദർശനം കൊണ്ട് ജഗത്തിൻ്റെ അദർശനം സാധിക്കുക. മണ്ണുകൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ, ആനയും കുതിരയും ഒക്കെ മണ്ണ് തന്നെയാണ്, അല്ലേ? മണ്ണ് തന്നെയാണ്. എപ്പോൾ മണ്ണിൻ്റെ ദർശനം സാധിക്കുന്നുവോ ആനയുടെയും കുതിരയുടെയും ദർശനം നഷ്ടപ്പെടുന്നു. ഇതാണ് അതിന് ഉദാഹരണമായി പറയുന്നത്. ഘടകുഡ്യാദികളുടെ ദർശനം അദർശനമാവുകയും മണ്ണിൻ്റെ ദർശനം സാധ്യമാവുകയും ചെയ്യും. അതുപോലെ ജഗത്തിനെ ഈശ്വരനാൽ ആച്ഛാദിതമാക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര ദർശനം കൊണ്ട് ജഗത് അദർശനമാവുക. ഇത് സഹജമാവുക, സവിധം എന്നതിനെ മറികടക്കുക. കാരണം സവിധ സമാധി പൂർണ്ണ വിശ്വാസയോഗ്യമല്ല. വിധിപൂർവകമായി സമാധി ലഭിക്കും അനുഷ്ഠാനങ്ങളെ കൊണ്ട്. അതിൽ നിന്ന് ഉദ്ധൃതനായി കഴിഞ്ഞാൽ വീണ്ടും വിശ്വം തന്നെ പ്രതിഭാസിക്കും. അതിനെ സവിധം എന്ന് പറയും. സഹജമായാൽ ഈശ്വര ദർശനത്തോടെ വിശ്വ അദർശനമായി. അങ്ങനെ ഈശ്വര ദർശനം കൊണ്ട്
ജഗത്തിനെ ആച്ഛാദിതമാക്കുക. മണ്ണുകൊണ്ട് ഘട കുഡ്യാദികളെ എന്ന പോലെ. അതിന് ഈശ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഈശദൃഷ്ട്യ എന്ന് പറയണമായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇവിടെ എന്ന്. ഇനി ഈശ്വര ദൃഷ്ടി കൊണ്ട് ആച്ഛാദനം ഉളവാകുന്നു എങ്കിൽ ഈശ തന്നെ ഈശ്വര ദൃഷ്ടിയാണ്. അത് സ്തുതിക്കും അഭിപ്രേതമാണ്. ഈശ തന്നെ ഈശദൃഷ്ടി എപ്രകാരം ചൈതന്യരൂപമാകയാൽ അനാവൃത ചൈതന്യം തന്നെ ദൃഷ്ടിയാണ്. അനാവൃതമായ ചൈതന്യമാണ് ദൃഷ്ടി. വിജ്ഞാനമാണ് അത്. അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ജ്ഞാനവും അനാവൃത ചൈതന്യമാണ്. നമ്മിൽ കാണുന്ന അറിവും അനാവൃതമായ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് ആണ് നമ്മൾ പുസ്തകം, മാല, കുടം ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നതിന് കാരണം ചക്ഷുസിൻ്റെ സന്നികർഷം ഉളവാകുമ്പോഴാണ് ഘടം ആദിയായ ചിത്താകാര വൃത്തി ഉണ്ടാകുന്നത്. സ്മരണയുടെ ആകാരം കൊണ്ട് ചിത്തത്തിൻ്റെ ആകാരമുണ്ടായി വസ്തുവിനെ കാണുകയാണ് അപ്പോൾ ചെയ്യുന്നത്. അത് ചിത്താകാര വൃത്തിയാണ്. ഇതിൽ പ്രമാണം എന്തെന്നാൽ ഘടം കണ്ടിട്ട് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ഘടം കാണുന്നു. പുറമേ ഒരു ഘടം കണ്ടിട്ട് ചിന്തിക്കുന്ന നിമിഷത്തിൽ ഉള്ളിൽ ആ ഘടം കാണുന്നു. ബാഹ്യഘടാദികളൊന്നും അകത്തേക്ക് കയറിപ്പോയിട്ടില്ല, അത് പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അത് ഇന്ദ്രിയ സന്നികർഷം കൊണ്ട് ജ്ഞാനത്തെ, അറിവിനെ ഘടാകാരം പൊതിഞ്ഞ് കാണുക. ഇങ്ങനെയാണ് നാം വിശ്വത്തിലേക്ക് വികസിച്ചു വന്നത്. ചക്ഷുരാദി ഇന്ദ്രിയങ്ങളാൽ ജ്ഞാനമായിരുന്ന, അറിവായിരുന്ന നമ്മൾ നിരന്തരമായ ആവരണം കൊണ്ട് ജഗത്തായി പ്രതിഭാസിച്ച് ശീലമായി വന്നിരിക്കും. ചക്ഷുസിലൂടെ പ്രകാശിച്ച് ഉള്ളിലായിത്തീരുകയും അതിനോട് ആത്മാവ് താതാത്മ്യം പ്രാപിക്കുകയും പ്രാപിച്ചു കഴിഞ്ഞാൽ പുറത്തില്ലെങ്കിലും അതായിത്തീരുകയും ചെയ്യും. ഇത് നിരന്തരമാണ്. ഈ നൈരന്തര്യം വ്യഷ്ടിയിലും സമഷ്ടിയിലും നിരന്തരമായി നടക്കുമ്പോൾ സമഷ്ടി പരിഗണനയിലേക്ക് എത്തിയാൽ ഇതിന് സത്യത ഉളവായി. എനിക്ക് ശേഷവും ഈ വിശ്വം ഉണ്ടെന്നുള്ള ബോധം. ഞാനില്ലാതാകുന്നവനും ജഗത്തുള്ളതുമാണെന്നും അത് നിലനിൽക്കുന്നു എന്നുമുള്ള ബോധം ഉണ്ടാവുകയും ജഗത്തിനെ സംഹരിക്കുവാനല്ല ജഗത്തിനെ നിലനിർത്തുവാനുള്ള സൈദ്ധാന്തികതകൾ വരികയും തദ്വാര അതിനുള്ള ശാസ്ത്ര മാതൃകകൾ നിരന്തരമായി മാറിക്കൊണ്ടുണ്ടാവുകയും മാറുമ്പോഴും അവയ്ക്ക് മാറ്റമില്ലെന്ന് മാറ്റമില്ലാത്ത ആത്മാവിൽ ചേർത്ത് ശഠിക്കുകയും ചെയ്യും. ഈ മൂഢതയാണ് ദുഃഖങ്ങളുടെ മുഴുവൻ കാരണം. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്ന ആളുകളിൽ പോലും ഉറപ്പില്ല.
നിരന്തരമായ അനുശീലനം കൊണ്ട് ജഗത്തുണ്ട് എന്ന് ഉറപ്പുണ്ട്. പഠിപ്പിക്കുന്നവർക്കും ഉറപ്പില്ലെന്നാണ് ഞാൻ പറയേണ്ടത്. അത് കടന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ. പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരാണല്ലോ ഒരു വ്യംഗ്യരൂപേണ ഞാൻ പറഞ്ഞത്. ചോദ്യം വന്നുകൊണ്ട് വീണ്ടും പറയാം. പഠിപ്പിക്കുന്നവർക്ക് പോലും ഉറപ്പില്ല. ആ ഉറപ്പുള്ളവരുടെ പഠിപ്പിക്കലിലാണ് ഇത് നിലനിന്നിരുന്നത്. പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഇന്ന് ഉറപ്പില്ല. ജഗത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം എൻ്റെ അച്ഛൻ കണ്ടതാണ്, എൻ്റെ അപ്പൂപ്പൻ കണ്ടതാണ്, ഞാൻ കണ്ടതാണ്. എൻ്റെ അപ്പൂപ്പനെ ഞാൻ കാണുന്നില്ല, എന്നെ എൻ്റെ അപ്പൂപ്പൻ കാണുന്നില്ല. ഏതാണ് നിത്യം, ഏതാണ് അനിത്യം? ജഗത്ത് നിത്യവും ഞാൻ അനിത്യവുമാണ് എന്നുള്ളതല്ലേ കൂടുതൽ സത്യം. അപ്രത്യക്ഷമാണല്ലോ ആളുകൾ സ്വീകരിക്കുക, തലച്ചോറിൽ നിലനിൽക്കുക. അതല്ലേ പ്രധാനം. മറ്റതൊക്കെ ഭ്രാന്തി മാത്രമല്ലേ എന്ന് തോന്നുന്നത് അവിടെയാണ്. അപ്പൊ ഘടാകാര ചിത്തവൃത്തി അത് ഘടം കാണുന്നു അകത്ത്. അതുകൊണ്ട് ഘടാദ്യാകാരങ്ങളെല്ലാം ചിത്തവൃത്തിയിലാണുള്ളത്. അപ്പൊ ഘടം കണ്ടിട്ട് ചിന്തിക്കുമ്പോഴാണ് അകത്ത് ഘടം കാണുന്നത്. അല്ല, ബാഹ്യ ഘടാദികളൊന്നും അകത്തേക്ക് ചെന്നിട്ടില്ല. അപ്പൊ അകത്ത് കണ്ട ഘടം മനസ്സുകൊണ്ട് സൃഷ്ടിച്ച ഘടമാണ്. ജഗതാകാരേണ ജീവസൃഷ്ടിപരമായത് മാത്രമാണ് കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത് എല്ലാം. അതുകൊണ്ട് മനസ്സ് പുറത്ത് കണ്ടതിനെ സംസ്കൃതീകരിച്ച് സംസ്കൃത സാധനങ്ങളിൽ ഘടമുണ്ടാക്കി. അതിൽ നമ്മുടെ ബോധത്തെ താതാത്മ്യപ്പെടുത്തി. താതാത്മ്യപ്പെടുന്നതിന് മുമ്പ് യഥാർത്ഥ വസ്തു ബോധമാണെന്നറിഞ്ഞ് ബോധത്താൽ ജഗത്തിനെ ആച്ഛാദിതമാക്കിയിരുന്നു എങ്കിൽ ഘടം വിശേഷിച്ചുണ്ടാവില്ല. ഘടകാരണമായ ബോധം മാത്രമുണ്ടാകുമായിരുന്നു. പുറത്ത് കണ്ട ഘടം മണ്ണുകൊണ്ടാണ്, അകത്തു മനസ്സുണ്ടാക്കിയ ഘടം മണ്ണുകൊണ്ടല്ല. അതുകൊണ്ട് അകത്തുണ്ടാക്കിയ ഘടം പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അതെ, പുറത്തുള്ള ഘടം പൊട്ടിക്കാം, അകത്തുള്ള ഘടം ജ്ഞാനം കൊണ്ടല്ലാതെ പൊട്ടിപ്പോവില്ല. അതുകൊണ്ടാണ് അതിന് നിത്യത മനസ്സുണ്ടാക്കി തരുന്നത്. പുറത്ത് കാണുന്ന ജഗത്തിൻ്റെ ആധാരം പഞ്ചഭൂതങ്ങളാണ്. അകത്ത് കാണുന്ന ഘടത്തിൻ്റെ, അകത്ത് കാണുന്ന വിശ്വത്തിൻ്റെ ആധാരം, അതിനെ സംസ്കരിച്ചെടുത്തിരിക്കുന്നത് ഭാവരൂപമായ മനസ്സാണ്. ഇതിൽ അപകടം
ഭാവാത്മകമായ ഈ മനസ്സിന് പിണ്ഡമുണ്ട്. മാസമുണ്ട്. എന്തുമായി പരിണമിക്കുവാനും എന്തിനേയും സൃഷ്ടിക്കുവാനും എന്തിനേയും മാറ്റിമറിക്കുവാനും എന്തിനേയും മാറ്റിവെക്കുവാനും ഒക്കെ ശക്തിയുള്ളതാണ് ഈ ഒരു സാധനം. അതുകൊണ്ട് ഇതിൻ്റെ ലെവലിൽ കളിക്കുന്നതെല്ലാം വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ കളിക്കുന്ന അനവധി രൂപമായ മനസ്സ്. മനസ്സിൻ്റെ ചാഞ്ചല്യമൊക്കെ അതിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. മനസ്സ് എന്ന് പറയുന്നത് വൃക്ഷ പശു ആദി മനസ്സുകളെല്ലാം. അതുകൊണ്ട് മനസ്സ് വളരെ സങ്കീർണമാണ്. അതാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചു തരുന്നത് മുഴുവൻ. അതാണ് ബന്ധമോക്ഷങ്ങളെ തരുന്നത് മുഴുവൻ. അതുകൊണ്ട് ഈശ്വനാൽ ആച്ഛാദിതമാക്കണം എന്ന് പറയുമ്പോൾ മനസ്സ് ഉണ്ടാക്കുന്ന ഇതിനെയെല്ലാം മൂടണം. അപ്പം മനസ്സ് സംസ്കൃത സാധനങ്ങൾ കൊണ്ട് ഘടമുണ്ടാക്കി, മണ്ണുകൊണ്ടല്ല. മനസ്സ് മനോമയ ഘടമുണ്ടാക്കി. മനോമയനിലാണ് ഈ ജഗത്തെല്ലാം പ്രതിഭാസിക്കുന്നത്. അതുകൊണ്ടാണ് പുറത്തത് മുഴുവൻ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയാലും ഈ മനോമയൻ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. സമാധി എന്ന വൈശ്യൻ എല്ലാം ഉപേക്ഷിച്ചാണ് സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നത്. സുരഥൻ എന്ന ചക്രവർത്തിയും കൊട്ടാരമെല്ലാം ഉപേക്ഷിച്ചാണ് സുമേധസിന്റെ വനത്തിലുള്ള പർണശാലയ്ക്ക് മുമ്പിലെത്തുന്നത്. പക്ഷെ ഉപേക്ഷിച്ചത് രൂപമുള്ള കൊട്ടാരത്തിലിരിക്കുന്ന ഭാര്യയെ, രൂപമുള്ള പഞ്ചഭൂത സൃഷ്ടമായിരിക്കുന്ന പുത്രനെ, തൻ്റെ ആനയെ, എൻ്റെ ഗംഭീരനായ ആനയെ, ഖജാനയെ, രാജ്യത്തെ ഒക്കെയാണ് സുരഥൻ ഉപേക്ഷിച്ചെത്തിയിരിക്കുന്നത്. സമോധിയും ഇതെല്ലാം ഉപേക്ഷിച്ച് എത്തിയിരിക്കുന്നത്. പക്ഷേ മനോമയ സൃഷ്ടിയെ ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് പണി. അപ്പം തേന തെക്തേന ഭുഞ്ചീധ എന്ന് പറയുമ്പോൾ ഈ പുറത്തുള്ളതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടായില്ല. അതുകൊണ്ട് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന, അതുകൊണ്ട് ഈശ്വരനാൽ ജഗത്തിനെ ആച്ഛാദിതമാക്കിയിട്ട് ഇതം ജഗത് ഈശാവാസ്യം, ഈശ്വരനാൽ ആച്ഛാദിതമാക്കിയിട്ട് അതുകൊണ്ട് ത്യജിക്കണം, ത്യജിച്ചിട്ട് ഭുജിക്കണം. അതായത് അജ്ഞാനത്തെ, അവിവേകത്തെ ത്യജിച്ചിട്ട് ആത്മാവിനെ പാലിക്കണം. അത് എന്നത് തത് നിർദ്ദിഷ്ടം എന്നാണ് എടുക്കുന്നത് എങ്കിൽ തത് ബ്രഹ്മത്തെ കൊണ്ട്
ആത്മാവിനെ പാലിക്കണം. ജഗത്തിനെ ഈശ്വരനാൽ ആച്ഛാദിതമാക്കിയിട്ട് തദാകാര ബ്രഹ്മം കൊണ്ട് ആത്മാവിനെ പാലിക്കണം. കുഞ്ചീഥ പാലയേഥ എന്ന് തന്നെയാണ് ശങ്കരൻ അർത്ഥം നൽകുന്നത്. അപ്പോ മനോമയ ഘടമുണ്ട്, അതാണ് വൃത്തി. ഘടാകാര വൃത്തി തന്നെ മനോമയ ഘടം. ഇത്രയും കൊണ്ട് ഇവിടെ പറയാവുന്നത്, ഘടത്തിനടുത്ത് നേത്രസംയോഗമുണ്ടായാൽ ചിത്തത്തിൽ ഘടാകാര വൃത്തി ഉണ്ടാകും. ഇതാണ് വിഷയം, ഇന്ദ്രിയം, ചിത്തം ഇവയുടെ കൂട്ടുകളി. ഇത് മൂന്നും കൂടിയാണ് നമ്മളെ ഈ പറ്റിക്കുന്നത്. ഇതെവിടെയാണ് തടയുക? ഈ വൃത്തി കൊണ്ട് പിന്നെ എന്തുണ്ടാകാനാണ്? ബ്രഹ്മത്തെ നമുക്ക് കാണാൻ കഴിയാത്തതിനു കാരണം ബ്രഹ്മത്തിന്മേലുള്ള മായയുടെ ഈ ഒരു ആവരണമാണ്, ഈ മനോമയീ സൃഷ്ടി. അതാണ് ഈ ആവരണം. ആ ആവരണത്തെ, പ്രസ്തുത ആവരണത്തെ മാറ്റുന്നതും വൃത്തി തന്നെയാണ്. അതിനെ മാറ്റുന്നതും അങ്ങനെയാണ്. എപ്പോൾ ഘടാകാരവൃത്തി ഉണ്ടാകുന്നു അപ്പോൾ പ്രസ്തുത ആകാരത്തിൽ മായ ആവരണം മാറുന്നു, താതാത്മ്യം വരുന്നു. പിന്നെ ഒന്നായിട്ടാണ് കാണുന്നത്. ഒരു സെക്കൻഡിന് വളരെ ചെറിയൊരു അംശത്തിലാണ് ഈ ആവരണമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടായ ഘടാകാരത്തിൽ, ഘടത്തിൻ്റെ ആകാരത്തിലേക്ക് ആത്മപ്രകാശം, ബ്രഹ്മപ്രകാശം പതിയുന്നു. ഘടമായി നമ്മളുടെ ബോധം മാറും. ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെയുള്ള പരിണാമം ഇതാണ്. കാഴ്ചയെക്കുറിച്ചുള്ള ഭാരതീയ ദർശനം ഇതാണ്. ഇത് നല്ലപോലെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ കാണുമ്പോഴെല്ലാം നമുക്ക് ബോധ്യമാവുള്ളൂ നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതിലാണ് ഈ പ്രിയാപ്രിയങ്ങളൊക്കെ വരുന്നത്. ഇതിനാൽ ഞാൻ സുഖി, ഇതിനാൽ ഞാൻ ദുഃഖി എന്നെല്ലാം വരുന്നത് ഈ പ്രക്രിയയിലാണ്. 1000 കുട്ടികളാണ് നടന്നു വരുന്നത് കോളേജിൻ്റെ മുറ്റത്തൂടെ. 2000 കുട്ടികൾ പഠിക്കുന്നിടത്ത് 1000 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ 1000 പെൺകുട്ടികളാണ് നടന്നു വരുന്നത്. അതിലേക്ക്, ആ കുട്ടികളുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ പൂർവ്വവാസനയ അതിലൊരെണ്ണത്തെ മാത്രം ഒരുത്തൻ കാണുന്നു. ആ ഒരെണ്ണത്തെ കണ്ടു. ചാക്ഷുഷ പ്രത്യക്ഷമാകുന്ന സമയത്ത് ചിത്തവൃത്തി ആ പെൺകുട്ടിയുടെ ആകാരമായി മാറുകയും അവൾ മനോമയനിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ബ്രഹ്മപ്രകാശം അവളിൽ ഉളവാവുകയും ചെയ്യുമ്പോൾ ആ ബ്രഹ്മപ്രിയം അവളിലും അവളുടെ ശരീരത്തിലും അവളിലും നിറഞ്ഞു വിളങ്ങുമ്പോൾ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാവുക. ഇത് തടയാൻ അച്ഛനോടിയിട്ട്, അമ്മയോടിയിട്ട്, നാട്ടുകാരോടിയിട്ട് ഒരു കാര്യം ഉണ്ടാവും. പിടിച്ചടി കൊടുത്തിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഒന്നും മാറും. ഇതിൻ്റെ നൈരന്തര്യമാണ് ഈ വിശ്വം. ഇതെന്ന് നിലയ്ക്കും എന്ന് ചോദിച്ചാൽ, എപ്പോൾ ഈശ്വരനാൽ ജഗത്ത് ആച്ഛാദിതമാകുന്നു അപ്പോൾ നിലയ്ക്കും. അപ്പോൾ ആത്മാവ് രക്ഷിക്കപ്പെടും. അതുവരെ ഇതിനെയൊക്കെ രക്ഷിച്ചേ പറ്റും. ഇതാണ് പ്രക്രിയ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല.
എന്ന് പറഞ്ഞാൽ നിങ്ങളേത് കാണുമ്പോഴും ആ ഇന്ദ്രിയ പ്രത്യക്ഷം, ഏത് ശബ്ദം കേൾക്കുമ്പോഴും എന്നൊക്കെ എടുത്തോണം, ഏത് തൊട്ടറിയുമ്പോഴും ഏത് നക്കുമ്പോഴും. എനിക്ക് എളുപ്പം പറയാൻ പറ്റിയത് കണ്ണായതുകൊണ്ട് ചാക്ഷുഷ പ്രത്യക്ഷമുണ്ടാകുന്നു. ചക്ഷുസ് മാത്രമാണ് ഈ കളി കളിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായില്ലേ? എല്ലാ ഇന്ദ്രിയങ്ങളും പ്രബലമാണ്. അതുകൊണ്ട് ഏത് ഇന്ദ്രിയവും കളിക്കാം. അപ്പോൾ അവിടെ ആ ആളിനെ ഒന്ന് നോക്കി, അവിടെ കാണുന്നയാൾ അകത്തേക്കൊന്നും വന്ന് കയറുകയില്ല. ആ ആൾ നടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിനകത്തൊന്നും കയറിയിരിപ്പില്ല. കണ്ട മാത്രയിൽ ചിത്തവൃത്തിയിൽ ചാക്ഷുഷ പ്രത്യക്ഷം, മനോമയനിൽ പ്രത്യക്ഷം. ഇനി ആ വസ്തു ആവശ്യമില്ല. ഇനിയുള്ള ഭ്രമങ്ങളൊക്കെ മനോമയന്റെ സൃഷ്ടിയാണ്, ജീവസൃഷ്ടിയാണ്. ഇനിയല്ലാതെ പുറത്തുള്ള ആളൊന്നും അനങ്ങണ്ട. അയാളുടെ സ്വഭാവം നല്ലതാകട്ടെ ചീത്തയാകട്ടെ, ഒരാൾ ഒന്ന് പറഞ്ഞു അയാൾ കള്ളനാണ്, ആര് പറഞ്ഞു? നിങ്ങൾക്ക് എവിടുന്നായി തെളിവ് കിട്ടിയത്? എന്നെ പറ്റിക്കാനൊന്നും പറയണ്ട. കാരണം എൻ്റെ ചിത്തവൃത്തിക്കകത്ത് മനോമയനായി പ്രത്യക്ഷപ്പെട്ട വ്യക്തി നിങ്ങൾ പറയുന്ന അയാളല്ല. അതെൻ്റെ വാസന ഉൽപ്പന്നമാക്കിയ വ്യക്തിയാണ്. എനിക്ക് എൻ്റെ ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക് പരിണമിച്ച് അതിനാൽ ഞാൻ സുഖിയായി തീർന്നിരിക്കുന്ന വ്യക്തിയാണ്. അയാളെക്കുറിച്ച് നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് സമ്മതമല്ല. നിങ്ങൾക്ക് എന്തറിയാം അയാളെക്കുറിച്ച്? അനേക ജന്മ സംസിദ്ധമായി ഞാൻ അറിയുന്നതാണ്, എൻ്റെ മനോമയൻ അറിയുന്നതാണ്, എൻ്റെ മനോമയനിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആ സാധനം. അതിൻ്റെ ഗുണദോഷങ്ങൾ എനിക്കറിയാവുന്നത് പോലെ ഒരിക്കലും നിങ്ങൾക്കറിയില്ല. ഇനി അതുമായി ചേർന്ന് വാസനകൾ അസ്തമിച്ച് ആത്മപ്രകാശം അതിൽ നിന്ന് പിൻവലിഞ്ഞ് അതിനെ ത്യജിക്കുമ്പോൾ മാത്രമാണ് കാമം പൂർണ്ണമാകുന്നത്. അത് ചിലപ്പോൾ ഒരാളുടെ വാക്കിൽ നിന്ന്, സപ്തർഷികളുടെ വാക്കിൽ നിന്നാണ് വാൽമീകിക്കതുണ്ടായത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. മനസ്സിലായില്ല? അങ്ങനെ വരുമ്പോൾ പതുക്കെ പിൻവാങ്ങും. ഏതൊരാളും ഇങ്ങനെ വീഴുന്നത് അങ്ങനെയാണ്. അപ്പോൾ പ്രസ്തുത ആകാരത്തിൽ മായയുടെ ആവരണം ഇല്ലാതാകുന്നു. അങ്ങനെയുണ്ടായ ഘടാകാരത്തിൽ ബ്രഹ്മപ്രകാശമുളവാകും. നമ്മൾ ശാമിയാനെയൊക്കെ വലിച്ചു കെട്ടി ആകാശത്തെ മറയ്ക്കുന്ന പോലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. വളരെ പെട്ടെന്നാണ്. അതുകൊണ്ട് ഘട കുഡ്യാദികളുടെ ആകാശത്തിൽ ഇടയിൽ വന്ന പർദ്ദ, മറ മുറിച്ചു മാറ്റിയാൽ ഘടത്തിൻ്റെ ആകാരത്തിൽ ആകാശം കാണും. അതുപോലെയാണ് ആത്മാവ് മുറിഞ്ഞ് കാണപ്പെടുന്നത് വസ്തുക്കളായി. അങ്ങനെയാണ് വിഭിന്നങ്ങളായ വസ്തുക്കളായി മുഴുവൻ കാണുന്നത്. അപ്പോൾ ഘടാകാര മായാവരണം മാറിയാൽ ഘടാകാരത്തിൽ ബ്രഹ്മചൈതന്യം പ്രകാശിക്കുന്നു. അങ്ങനെ ബ്രഹ്മചൈതന്യം പ്രകാശിച്ചാൽ തദാകാര ഘടവും പ്രകാശിതമാകുന്നു. അങ്ങനെയാണ് ഘടം കാണുന്നത്. അല്ലെങ്കിൽ ഘടം കാണില്ല. ആത്മപ്രകാശം ഇല്ലാതെ ഒന്നും കാണുകയില്ല.
അതുകൊണ്ടാണ് ഈ 1000 കുട്ടികളിൽ അപ്പുറത്തുള്ള 999 എണ്ണം പ്രകാശിച്ചില്ല. ഈ ഒരെണ്ണത്തിൽ ആണ് അവച്ഛിന്ന ഘടാവച്ഛിന്ന ആകാശം പ്രകാശിച്ചു കണ്ടത്. എന്തേ അതിൽ പ്രകാശിക്കാത്തത്? ചോദിച്ചിട്ട് കാര്യമില്ല, വാസനയില്ല. അല്ലെങ്കിൽ ഇതെല്ലാം ഒരേ സാധനം കൊണ്ട്, പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയതും ഒരു പക്ഷേ ഈ പ്രകാശിച്ചതിനേക്കാൾ ബാഹ്യദൃഷ്ടിയാ സുന്ദരമായതും സ്വഭാവദൃഷ്ടിയാ മനോഹരമായതും ഒക്കെ അപ്പുറത്തുണ്ടാവുക. അതാണ് ചിലപ്പോൾ തന്തയും തള്ളയൊക്കെ ചോദിക്കുന്നത്, എടാ ഈ 1000 എണ്ണത്തിനകത്ത് എത്ര കണ്ടാക്കുള്ളതെന്നുണ്ടായിരുന്നു, ഈ കാലം കരഞ്ഞു പോകുന്ന ഇതിനോടെങ്ങനെയാടാ പ്രിയം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് എൻ്റെ ആത്മപ്രകാശം വിളയാടുന്ന എൻ്റെ ചിത്തവൃത്തി എടുത്തു വെച്ച് നോക്കാനാണ് ഇവൻ തന്തയോട് പറയുന്നത്. അല്ല, തന്തയുടെ ചിത്തവൃത്തിയിൽ നോക്കിയാൽ ഇത് കാണില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇതാണ് കാഴ്ചയുടെ രഹസ്യമെന്നാണ് ഭാരതീയർ പറയുന്നത്. നിങ്ങൾ പഠിച്ച ഫിസിക്സ് അല്ല ഈ സാധനം, മനസ്സിലായോന്നറിയില്ല. നിങ്ങൾ പഠിച്ചു വെച്ച ഫിസിക്സ് വെച്ച് ഇതിനെ ഒന്നും നിർണ്ണയിക്കാൻ പറ്റില്ല. പതനരശ്മിയും പ്രതിപതനരശ്മിയും പറയുമ്പം മനസ്സിലാവും. അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഇവിടെ കയറിയിരുന്ന് പറയുമ്പോഴൊക്കെ മനസ്സിലാവും, ഇറങ്ങുമ്പോഴാണ് ഇതങ്ങ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് മാത്രമേ ഈ അബദ്ധമുള്ളൂ, ഞങ്ങളൊക്കെ കേമന്മാരാണെന്ന് വിചാരിച്ചൊന്നും കേൾക്കണ്ട. ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ നല്ല കൃത്യമായിട്ട് മനസ്സിലാവും, കൃത്യമായി മനസ്സിലാക്കി തരാൻ പറ്റും, ചോദിച്ചാൽ പറയാൻ പറ്റും. ഇത് കഴിഞ്ഞ് ചോദിക്കരുത്, സ്വാമി എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കുക. അതാണ് മറ്റവളുടെ കഴിവ്. ആരുടെയാ? അല്ല, മായ. അഘടിത ഘടനാ പടീയസീചമായ, ഒരു തരത്തിലും ഘടിപ്പിക്കാൻ പറ്റാത്തതിനെ കൂട്ടിഘടിപ്പിക്കുന്നവളാണ് മായ. മുടിയുള്ളവൻ്റെ മുടിയും താടിയുള്ളവൻ്റെ താടിയും വെച്ച് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം, അത് മുടിയും താടിയും ഉള്ളതുകൊണ്ടാന്ന് വിചാരിക്കാം. കഷണ്ടിയും കൂട്ടിക്കിട്ടുന്നവളാണ് മായ. അഘടിത ഘടനാ പടീയസീചമായ, ഒരു മര്യാദയില്ലാത്ത. ഈശ്വര അനുഗ്രഹാത് ഏവ, ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടിയാൽ, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവൾ ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നടക്കും. കാരണം എന്താ വെച്ചാൽ ഈശ്വരാനുഗ്രഹം ഉള്ളവരുടെ അടുക്കലേക്ക് പോകാൻ നേരത്ത് 2 വട്ടം മായ ആലോചിക്കും, തല്ലു വാങ്ങിക്കണം. മനസ്സിലായില്ലേ? അതിനൊരു വഴിയുള്ളൂ, ഈശ്വരാനുഗ്രഹം നേടുക. ഈശ്വരാനുഗ്രഹം നേടാൻ പ്രയാസമാണെങ്കിൽ ഈശ്വരാനുഗ്രഹം ലഭിച്ചവരുടെ സമീപത്ത് ജീവിക്കാൻ ശ്രമിക്കുക. അവിടെ അവരുടെ സമീപത്തൊക്കെ മായ വരാൻ അല്പം കഴിയും. ഇതേ ഉള്ളു വഴി. ഉണരാതിരിക്കുക, ഉറങ്ങാതിരിക്കുക, അറിവ് മാത്രമായിരിക്കുക. പറ്റിയില്ലെങ്കിൽ പ്രണവമുണർന്നവരെ സേവിച്ച് ജീവിക്കുക. വേറെ ഒന്നും ചെയ്തിട്ട് കാര്യം. മായ ആ വഴിക്ക് എങ്ങും വരിക, ബാക്കിയുള്ള വഴിക്കൊക്കെ അവൾ ഓടും. അപ്പോൾ അങ്ങനെ
ഘടാകാരത്തിൽ ബ്രഹ്മചൈതന്യം പ്രകാശിക്കുന്നു. ആ ബ്രഹ്മചൈതന്യം പ്രകാശിച്ചാൽ തദാകാര ഘടവും പ്രകാശിതമാവും. എന്ന് പറഞ്ഞാൽ നാം ഘടം കാണുന്നു. ബ്രഹ്മചൈതന്യം കൊണ്ട് തന്നെയാണ് ഘടം കാണുന്നത്. അങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ഘടാകാര ബ്രഹ്മചൈതന്യം കാണുന്നു. അതിൻ്റെ പുറകെ ആ പ്രകാശത്തിൽ പ്രകാശിതമായ ഘടവും കാണുന്നു. അതുകൊണ്ട് ശ്രുതി പറഞ്ഞു പ്രതിബോധവിദിതം മതം. പ്രതിബോധവിദിതം മതം. പ്രത്യേക ബോധത്തിൽ ആ ബ്രഹ്മചൈതന്യം ആദ്യം വിദിതമാകുന്നു. ഘടബോധത്തിൽ, പടബോധത്തിൽ, അങ്ങനെ പ്രത്യേകം പ്രത്യേകം ബോധത്തിൽ പ്രകാശിക്കുന്നു, വിദിതമാവുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയാണ് വസ്തു പ്രകാശിക്കുന്നത്. ആത്മപ്രകാശത്തിൻ്റെ പിൻപേ മാത്രമാണ് വസ്തു പ്രകാശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഘടജ്ഞാനത്തിൽ ചൈതന്യഭാനം തന്നെ നിറഞ്ഞിരിക്കുന്നു. ഇത് ചൈതന്യം തന്നെയാണ്. അപ്പോൾ ആ ചൈതന്യം കാണുക, അറിയുക, അതിൻ്റെ സഹായത്തിൽ പ്രകാശിക്കുന്ന വസ്തുവിനെ ചൈതന്യം കൊണ്ട് മൂടുക. അപ്പോൾ ജഗദ്ബോധം മറയും. പ്രതിബോധവിദിതമായ ബ്രഹ്മചൈതന്യം മാത്രം അപ്പോൾ പ്രകാശിക്കും. അതിന് പാകത്തിനായി പറഞ്ഞു വെച്ചിരിക്കും. അപ്പോൾ ഘടത്തിൽ ഘടം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ദർശിക്കുന്ന വസ്തുവിൽ ബ്രഹ്മചൈതന്യം വീണിട്ടാണ് ഘടബോധം ഉണ്ടായതെങ്കിൽ ആ ബ്രഹ്മചൈതന്യത്തിൽ തന്നെയാണ് ഘടം പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ബ്രഹ്മചൈതന്യത്തിൽ കൽപ്പിതമായ ഒരാകാരം മാത്രമാണ് ഘടം. ഇങ്ങനെയാണ് ഓരോ വിഷയവും. ഘടം എന്ന് പറയുമ്പോൾ ഘടമെന്ന സ്ഥാനത്ത് സകല വിഷയങ്ങൾ, നമ്മൾ കാണുന്ന എല്ലാ വിഷയവും പ്രകാശിക്കുന്നത് ഇങ്ങനെയാണ്. എപ്പോൾ ഇപ്രകാരം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു, അപ്പോൾ സർവത്ര പരമേശ്വര ചൈതന്യം തന്നെ വസിക്കുന്നു. അതിനുള്ളിലാണ് ഈ ഘടവും പടവും ജഗത്തുമെല്ലാം. അതുകൊണ്ട് നിത്യമായി നിരന്തരമായി ഇത് തന്നെ ചിന്തിക്കുക. എന്ത് തന്നെ ജ്ഞാനപ്രകാശമുണ്ടായാലും അത് ബ്രഹ്മചൈതന്യത്തിൻ്റെ തന്നെ പ്രകാശമാണ്. അന്യമായി യാതൊന്നും പ്രകാശരൂപമല്ല. ഇപ്രകാരം വസ്തുജ്ഞാനകാലത്തിൽ തന്നെ, വസ്തുവിനെ കാണുമ്പോൾ തന്നെ പ്രകാശരൂപത്തിൽ ആത്മാ ബ്രഹ്മപ്രകാശം വസ്തു കാണുമ്പോഴെല്ലാം വസിക്കുന്നു. അതുകൊണ്ട് വസ്തു കണ്ടു എന്നോർത്ത് ബ്രഹ്മപ്രകാശം ഇല്ല എന്നർത്ഥമില്ല. അതെ, ബ്രഹ്മപ്രകാശമേ ഉള്ളൂ, വസ്തുവിന് പ്രകാശമില്ല. ബ്രഹ്മപ്രകാശത്തിലാണ് വസ്തു ഭാസിക്കുന്നത്.
അതുകൊണ്ട് ആ പ്രകാശം കൊണ്ട് മൂടിക്കാണുന്നു എങ്കിൽ സുരക്ഷ എന്നത് മുഖ്യമാണ്. പ്രാണന്റെ ആത്മാവിൻ്റെ സുരക്ഷ എന്നത് മുഖ്യമാണ്. ജ്ഞാനം നഷ്ടപ്പെടാതെ മാത്രം ശരീരനിർവഹണം നടത്തുക. ഇതിനെയാണ് സാധന എന്ന് പറയുന്നത്. ജ്ഞാനം നഷ്ടപ്പെടുമാറ് തലയും കുത്തി നിൽക്കുമ്പോൾ, ജ്ഞാനം നഷ്ടപ്പെടുമാറ് ഓടുമ്പോൾ, ചാടുമ്പോൾ ഒന്നും ആത്മജ്ഞാനം ലഭിക്കുന്നില്ല. ഇതൊന്നും ചിന്തിച്ചില്ലെങ്കിലും ചെയ്തില്ലെങ്കിലും ആത്മപ്രകാശത്തിലാണിതെല്ലാം ഭാസിക്കുന്നത് എന്ന് അറിഞ്ഞ ആത്മാവിനാൽ ഇതിനെ മുഴുവൻ ആച്ഛാദിതമാക്കി പ്രകാശത്തെ കാണുമ്പോഴും അതിൽ വസ്തുവിനെ കാണുമ്പോഴും ആത്മരക്ഷയെ ചെയ്യുന്നു. അതുകൊണ്ട് ഈശാവാസ്യമിതം സർവമെത്തിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാവൃഥ തസ്യ സിദ്ധനം. ആശിക്കരുത്, ആശിക്കരുത്, ആഗ്രഹിക്കരുത്. അപ്പോൾ ബ്രഹ്മത്തിൽ വീണ ആവരണം പൂർണ്ണമായി തന്നെ മാറുന്നു. ഘടാകാര വൃത്തിയുണ്ടായാൽ ഘടത്തിൻ്റെ ആവരണം മാറി. അഖണ്ഡാകാര വൃത്തി ഉളവായാൽ അതിലൊരു പരിച്ഛിന്ന ആകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് ജ്ഞാനത്തിലും ഒരാകാരവും ഉണ്ടാവില്ല. ഒരാകാരവും ഇല്ലെങ്കിൽ ഘടം പടം ആദിയായ വിശേഷ ആകാരം ഇല്ലാത്തതിനാൽ ഘടപടാദികളും ഇല്ല. ഇവയൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈക്ഷണജന്യ സൃഷ്ടിയാണ്. ഈക്ഷണമെന്നാൽ തത്തദാകാര വാസനാജനിത തത്തദാകാര സമഷ്ടി അവിദ്യാവൃത്തി. അങ്ങനെയാണ് ശാസ്ത്രം അതിൽ പറയുന്നത്. തത്തദാകാര വാസനാജന്യ തത്തദാകാര അവിദ്യാവൃത്തി. എന്തു കാണുന്നു? ആ ആകാരമുള്ള അകത്തെ വാസന, അതിനെ അകത്ത് വാസനയ്ക്കനുഗുണമായി അതല്ലാതെ സൃഷ്ടിച്ചിട്ട് അതിനനുഗുണമായ അവിദ്യാവൃത്തി. ഇതാണ് പ്രക്രിയ. സാങ്കേതിക ശബ്ദങ്ങൾ മാത്രമേ ഭാവിയിൽ മനസ്സിലാവൂ. അതുകൊണ്ടാണ് സാങ്കേതിക ശബ്ദങ്ങൾ കളയാത്തത്. ഓർത്തിരിക്കാനും പഠിക്കാനും സാങ്കേതിക ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് വസ്തുവാണോ കാണുന്ന, ഘടം കണ്ടു, ഘടാകാര വാസന ഘടത്തെ അകത്തുണ്ടാക്കി. അത് നോക്കിയാണെന്ന് തോന്നുന്നു. എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങോട്ട് കേൾക്കാം. കേൾക്കാമല്ലേ? ഇപ്പോൾ കുറച്ചുകൂടെ സമാനമായിട്ട് കേൾക്കാമെന്ന് തോന്നുന്നു. അപ്പോ തത്തദാകാര വാസന വൃത്തി, ഘടം പടം മുതലായവയുടെ ആകാരമുള്ള വാസന. പുറത്തെ ഘടം, അതിൻ്റെ ആകാരമുള്ള അകത്തെ വാസന. അതിൽ നിന്ന് തത്തദാകാര അവിദ്യാവൃത്തി. ഇതാണ് ഘടപടാദികളെ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കി? ഈക്ഷണം കൊണ്ടുണ്ടാക്കി. അപ്പം ഈക്ഷണത്തിൻ്റെ അഭാവം കൊണ്ട് എല്ലാ വസ്തുക്കളും തെക്തമാകുന്നു. ഈക്ഷണാജന്യമാണിത്. അപ്പോൾ വസ്തുവിൻ്റെ ഭാനം ഇല്ലാത്തതിനാൽ വസ്തുവിൻ്റെ അഭാവം വരുന്നത് ത്യാഗം.
തക്തേന എന്നവിടെ പറഞ്ഞില്ലേ? ആ ത്യാഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈക്ഷണമില്ലാത്തതുകൊണ്ട് വസ്തുവിൻ്റെ അഭാവം വരുന്നു. അപ്പോൾ ഈക്ഷണ ത്യാഗം അത് ഒരു പ്രകാരത്തിലുള്ള ത്യാഗമാണ്. അത് അന്യഥാഗ്രഹണത്തിലെ ത്യാഗമാണ് പറഞ്ഞ. ജാഗ്രത് സ്വപ്നങ്ങളിലെ ജാഗ്രത് സ്വപ്നങ്ങളിലെ ക്ലിയറായി. രണ്ടാമത്തെ ത്യാഗം സുഷുപ്തിയിലുണ്ടാകുന്ന സർവവസ്തുത്യാഗം. സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശേഷം, സാമാന്യം, ശൂന്യം ഇതുവരെ അങ്ങനെ ബോധിച്ചുറങ്ങിയിട്ടില്ല. അതുകൊണ്ടായി കുഴപ്പം. അതെങ്ങനെയാ? അന്തിയാവുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സമയം നടന്ന് ശരീരത്തിന് ലാഘവമൊക്കെ വന്നിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു 4-1 കഴിക്കാവും. ശരീരലാഘവം വന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോയി കിടക്കണം. ഒന്ന് കേരളീയൻ ഇന്ന് രാത്രിയിലാണ് ഡിന്നർ. ഇത് നോട്ട് കാരണം എല്ലാവരും വീട്ടിലുള്ളത് അപ്പോഴാണ്. നല്ല പരിഷ്കൃതാശയന്മാരായ മലയാളികൾക്ക് ഡിന്നർ ഹോട്ടലിലാണ്. ഇച്ചിരി ഒരുപാട് തീറ്റയും കുടിയും ബഹളമൊക്കെ. അത് കഴിഞ്ഞാണ്, ഡിന്നർ കഴിഞ്ഞാണ് മീറ്റിംഗ്. ഫാമിലി ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുന്നത് ഡിന്നർ കഴിഞ്ഞാണ്, അത്താഴം കഴിഞ്ഞ്. പഴയ ആളുകൾക്കറിയാം അത്താഴം കഴിഞ്ഞ് സംഭാഷണം അരുതെന്ന്. വല്ല വെടിവട്ടവും കൂടാം. ആകെ അതാ പറഞ്ഞിട്ടുള്ളത്. നുണയാണോ? വെടിവെട്ടം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പിള്ളേരും തള്ളയും തന്തയും തൊട്ടടുത്ത ബന്ധുക്കളും ഒക്കെ വലിയപ്പനും ചിറ്റപ്പനും ഒക്കെ വട്ടത്തിലിരുന്ന് വെറുതെ നിരുപദ്രവകരമായ തമാശ, ഹാസ്യം. ഉപദ്രവകരമായതല്ല, മുടന്തനെ കളിയാക്കുകയല്ല. മനസ്സിലായില്ല? നിരുപദ്രവകരമായതാണ് ഹാസ്യം. അതൊക്കെ വിട്ട് മനസ്സങ്ങ് ലാഘവമാക്കിയിട്ട് പോയി കിടക്കുക. അപ്പോൾ കിടക്കുമ്പോൾ ആദ്യം ചെറിയ രൂപത്തിൽ വിശേഷങ്ങളായ ഭാര്യ, മക്കൾ ഇവരെയൊക്കെ ഇങ്ങനെ ദർശിക്കാൻ കഴിയും. പതുക്കെ പതുക്കെ ആ ദർശനം മറയും. സാമാന്യ രൂപത്തിൽ ദർശിക്കും. ആരോ വന്നു, ആരെയോ കണ്ടു മുറിയിൽ എന്നാവും. അത് സാമാന്യം. മെല്ലെ അതും അങ്ങ് മറയും, ശൂന്യമാവും. അങ്ങനെ ശൂന്യപ്രത്യയത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നല്ല സുഷുപ്തിയാണ്. അവിടെ ഈ വിഷയങ്ങൾ, സർവ വിഷയങ്ങളും അസ്തമിക്കും. ഒരു വിഷയമല്ല, ഘടപടാദികളല്ല, ജീവസൃഷ്ടികളല്ല, എല്ലാം. സകലതും ഗാഠസുഷുപ്തിയിൽ അസ്തമിക്കും. സർവവസ്തുത്യാഗം. അപ്പോഴേ ഉറക്കം വരുള്ളൂ. വസ്തു ഉണ്ടെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. സർവവസ്തുത്യാഗം വന്നാൽ ഉറക്കമായി. ആദ്യന്തം പ്രിയമുള്ള മകനെ മടിയിലിരുത്തി കളിപ്പിക്കുമ്പോൾ ഉറക്കം വന്നാൽ അമ്മ മറിഞ്ഞു വീണ് ഉറങ്ങിക്കൊണ്ട്. മകനെ ത്യജിച്ചു,
എന്തിന്? പ്രിയങ്കരിയായ ഭാര്യ ഇടത്തുവശം, പുറകിൽ പൊന്നോമനയായ പുത്രൻ. ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സുഹൃത്ത് അതിൻ്റെ കണക്കും പറഞ്ഞ് പുറകിൽ. അതിനിടയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവന് സുഷുപ്തി കയറി വന്നാൽ ഒരു കണ്ണട 18 അടി കൊക്കയിലേക്ക് സാധനം. സർവവസ്തുത്യാഗം. മനസ്സിലായില്ല? അവൻ ത്യജിക്കുകയാണിത്. സർവവസ്തുവിനെയും, പ്രിയങ്കരിയായ ഭാര്യ, നാളെ നടത്താൻ പോകുന്ന ബിസിനസ്, അതിൻ്റെ കണക്ക്, കൂട്ടുകാരൻ, വീട്, കുടി, സകലതും ത്യജിച്ച് നേരെ കുത്തനെ താഴേക്ക് 3 കരണം മറിഞ്ഞപ്പോഴും ഡിം. ശരിയല്ല. ഇത്തരം സുഷുപ്തി വണ്ടി ഓടിക്കുമ്പോഴുള്ള സുഷുപ്തി അല്ല കേട്ടോ. സർവവസ്തു ത്യാഗപൂർണമായ സുഷുപ്തി. എന്തു ഉപേക്ഷിക്കും ആ സമയത്ത്? അതിനേക്കാൾ വിലപ്പെട്ടതൊന്നുമില്ല. എല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് ആ സുഖം വരുന്നത്. ഗാഠമായ സുഷുപ്തിയിലേക്ക് വീഴുമ്പോൾ ധനമൊക്കെ ഉപേക്ഷിച്ചു, ഏത് കള്ളനും കയറി എടുത്തുകൊണ്ട് പോവാം. കട്ടവൻ ഉറക്കം വന്നാൽ ഉപേക്ഷിക്കും. അതാ പാവം സ്റ്റീഫന് പറ്റിയത്. മനസ്സിലായില്ല? ഏറ്റുമാനിരുന്ന സ്വർണ്ണവിഗ്രഹം എടുത്തുകൊണ്ട് പാവം ഒന്ന് ഉറങ്ങാൻ കഷ്ടപ്പെട്ട പാട്. എവിടെ കിടന്നുറങ്ങും? എല്ലായിടത്തും പോലീസുകാർ വലവിരിച്ചിരിക്കുക. അവസാനമാണ് ചെറക്കുളത്തിൻ്റെ കരയിൽ ഇഞ്ചക്കാട്ടിലകത്ത് കയറി വിഗ്രഹം സൈഡിൽ വെച്ച് കിടന്നുറങ്ങിയത്. ആ ഉറക്കത്തിലാണ് പോലീസ് വന്ന് പിടിച്ചത്. ഉറക്കം വന്നപ്പോൾ പോലീസിനെ മറന്നുപോയി, സ്വർണ്ണവിഗ്രഹവും മറന്നുപോയി. ഗാഠമായ സുഷുപ്തി സർവസ്വത്യാഗത്തിൻ്റെതാണ്. അത്യന്തം പ്രിയപ്പെട്ട പുത്രനും പ്രിയങ്കരിയായ ഭാര്യയും വീടും എല്ലാം ഉപേക്ഷിക്കും. ഇതിലേതോർത്താലും ഉറക്കം വരില്ല. ശരീരത്തോടുള്ള മമതയും വെടിഞ്ഞു ഉറങ്ങിയാൽ. ഉറക്കത്തിൽ വെച്ച് ഒരുപാട് നവീകരണം നടക്കുന്നതുകൊണ്ടാണ് പഴയ അച്ഛനമ്മമാർ പറയുക, നിൻ്റെ രോഗമൊക്കെ മാറും, പോയി കിടന്ന് നന്നായി ഒന്ന് ഉറങ്ങണം. ഞങ്ങളതിനാണ് ഉറക്കം വരാതിരിക്കാൻ ഈ മരുന്നെല്ലാം തരുന്നത്. നിങ്ങൾ ഉറങ്ങിയാൽ പിന്നെ മരുന്ന് മേടിക്കുകയില്ല. മനസ്സിലായില്ല? നന്നായി ഒന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ കോശങ്ങളുടെ സർജനം മാറുകയും സകല രോഗങ്ങളും പോവുകയും ചെയ്യും. മരുന്ന് തന്നുറക്കിയാൽ ഉറങ്ങുകയല്ല ചെയ്യുന്നത്. അവിടെ സർവസ്വത്യാഗമില്ല, മയങ്ങുകയാണ്. അവിടെ സൃഷ്ടിയുടെ ആന്തോളനങ്ങൾ മാറിമറിയുകയാണ്. ഏത് പനിയും ഏത് തലവേദനയും ഏത് ക്യാൻസറും നന്നായി ഉറങ്ങിയാൽ മാറും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര നന്നായി ഉറങ്ങരുത്. രോഗികളാരും ഇരുന്ന് കേൾക്കരുത് കേട്ടോ. അവസാനം പിന്നെ ഞാൻ കമ്പനി കൂട്ടേണ്ടി വരും. രോഗികൾക്കുള്ളതല്ലിത്. ഏതാണ്ട് ചോദിച്ചെന്ന് തോന്നുന്നു. ആ, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ, നിങ്ങളുടെ പിള്ളേരും ഉറങ്ങാതിരിക്കാൻ, പഠിക്കുന്ന കാലത്ത് അവരും ഉറങ്ങാതിരിക്കണമല്ലോ. അല്ലെങ്കിൽ തന്നെ ഭരണാധികാരികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അപ്പോൾ പ്രജകൾ ഉറങ്ങാതിരിക്കേണ്ടത് ഒരു അനിവാര്യതയാണല്ലോ. ശരിയല്ലേ? ഉറങ്ങാതാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടന്നത്.
കാസർഗോഡ് നിന്ന് നടക്കുമ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാം ത്യജിച്ചിട്ടാണ് നടന്നത്. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എല്ലാം ആകാമെന്ന് തോന്നി, ഉറങ്ങാത്തത് കൊണ്ട്. നിങ്ങളെന്നെ തല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നു. ചോദിച്ചു വാങ്ങിച്ചതാ. ഇതാണ് ലോകം, ഉറക്കമില്ലായ്മ. അപ്പോൾ സർവത്യാഗമുണ്ടാകും. ഇത് രണ്ടാമത്തെ തരം ത്യാഗമാണ്. ഈ ത്യാഗത്തിലും വലിയ സുഖമുണ്ട്. മൂന്നാമത്തെ ത്യാഗം മൂർച്ഛയിലാണ്. അവിടെയും സുഷുപ്തിക്ക് സമാനം ത്യാഗമാണ്. സുഷുപ്തിയിൽ ഉറക്കത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഗാഢം മൂഢോഹം അസ്വസ്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂഢനെപ്പോലെ ഗാഢം മൂഢോഹം അസ്വാപ്സം. ഞാൻ ഉറങ്ങിപ്പോയി. മൂർച്ഛയിൽ മൂർച്ഛയുടെ കൂടി ജ്ഞാനമില്ല. അവിടെയും സർവസ്വത്യാഗമാണ്. മൂർച്ഛ സുഷുപ്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പുറം എന്ന് പറയാൻ എല്ലാവർക്കും ഉള്ള സാധനമല്ല. അത് തന്നെ മൂർച്ഛിക്കുക, മോഹിച്ചു വീഴുക. അതായത് വസ്തുവിൽ മോഹമേറി അതിൻ്റെ മൂർധന്യത്തിൽ വെച്ച് വസ്തുവോടുകൂടി പതിക്കുക. അത് മൂർച്ഛയാണ്. മൂർച്ഛയിൽ മൂർച്ഛയുടെയും കൂടി ജ്ഞാനമില്ല. കേവലം ശൂന്യത മാത്രം. സുഖത്തിൻ്റെ ഭാനവുമില്ല. അതുകൊണ്ട് അവിടെ സുഖത്തിൻ്റെയും കൂടി ത്യാഗമാണ്. അവിടെ സുഖവും ത്യജിച്ചു. അത്തരമൊരു അവസ്ഥ. സമയം എന്തായി? പതിനൊന്നേകാലം. ഒന്നും ആയില്ലെന്നറിയാം. പതിവായി വരുന്ന ആളുകൾ പലരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. അതുകൊണ്ട് ഞാനിന്ന് ക്ലാസ് വേണ്ടല്ലോ അല്ലേന്ന് വരെ സംഘാടകരോട് ചോദിച്ചതാണ്. അപ്പോൾ ഇടയ്ക്ക് അവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെടേണ്ട ഒരവസാന ഭാഗമെങ്കിലും ഒരു തരിമ്പ് കിട്ടിക്കോട്ടെ. നമുക്ക് ഇങ്ങനെ 3 തരം ത്യാഗം. അത് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇന്ന് അവസാനിപ്പിക്കാം. ക്ലാസ് നിർത്തണ്ട എന്നുള്ളതിൻ്റെ പേരിലാണ് ഇന്ന് എടുത്തത്. കാരണം മിക്കവാറും എല്ലാ പേരും തന്നെ പുതിയ ആളുകളാണ്. കുറച്ച് പേര് മാത്രമാണ് പതിവുള്ളവർ. പതിവുള്ളവരുടെ അടുത്തെന്തോ ഒരു പ്രധാനപ്പെട്ടൊരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. അതിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഒരു മര്യാദ എന്ന പേരിൽ അവർക്ക് വേണ്ടി ഒരു 10-35 മിനിറ്റ് നേരത്തെ നമ്മൾ നിർത്തുന്നു എന്നേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്. എന്നാൽ ഇതിനായി മാത്രം വന്നവരെ നിരാശപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചാണ് ക്ലാസ് എടുത്തത്. ഹരി ഓം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ തവണ വന്നപ്പോഴും തന്നോട് പറഞ്ഞല്ലേ നേരത്തെ വരണം. അപ്പം ഇന്നും താമസിച്ചാൽ പിന്നെ ആരാ കഴിഞ്ഞ തവണ വന്നത്? എൻ്റെ പേപ്പർ എഴുതാൻ തന്നെയല്ലേ?